Namaste children. Hope all are fine and keeping safe. Welcome to a new session of our Hindi class. Did you understand all the letters, how to write, how to read that? Have you written these all letters to your notebook? എല്ലാവരും തന്നെ ഈ ലെറ്റേഴ്സ് എല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയില്ലേ? എങ്ങനെ എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? Today we are going to recall those all letters once again, which all we studied in the last few classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച എല്ലാ അക്ഷരങ്ങളെയും ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്യുകയാണ്, റിവൈസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് സ്വരധ്വനി, ഹിന്ദി വർണ്ണമാലയിലെ ആൽഫബറ്റിലെ ആദ്യത്തെ സ്വരധ്വനി ഏതാണ് നമ്മൾ പഠിച്ചത്? ആയാണ്. എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ ഉപയോഗിച്ചുള്ള ഏതെല്ലാം വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ആസേ, അഖ്രോട്ട്, അമ്രൂദ്, അച്ചാർ, അനാർ, അച്കൻ, അജ്ഗർ, അദ്രക്, അഖ്ബാർ. These all words we studied using this letter A. Next letter A. A is the next letter. A say ആ ആരംഭത്തിൽ വരുന്ന അല്ലെങ്കിൽ ആയിൽ ആരംഭിക്കുന്ന ഏതെല്ലാം വാക്കുകളാണ് നമ്മൾ പഠിച്ചത്, ഏതെല്ലാം പിക്ചേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ വാക്ക് പറയുമ്പോൾ തന്നെ പിക്ചർ മനസ്സിൽ വരിക. ആ സേ ആം, ആ സേ ആദ്മി, ആ സേ ആലു, ആ സേ ഐസ്ക്രീം, ആ സേ ആയിന, ആ സേ ആട്ട. We studied these all words. Then next letter E. E say imli, इसे इस्तरी, इसे ഇഡലി, ഇसे ഇലാച്ചി. അപ്പോൾ ഇതേപോലുള്ള വാക്കുകൾ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു. ഈ ഉപയോഗിച്ചിട്ടുള്ള ഈ ആരംഭത്തിൽ വരുന്ന വാക്കുകളാണിവ. ഇംലി, വിച്ച് ഈസ് ദ ബിഗിനിങ് സൗണ്ട് ഓഫ് ഇംലി. അപ്പം അങ്ങനെ നമുക്ക് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനും മാത്സ് ഫോളോയിങ് ഒക്കെ എക്സാമിൽ വരും. അപ്പം അതുപോലെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അറിയണം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഇ. E say eek, E say eid. Then we studied ഈദ് ആയി എന്നുള്ള ആയും ഈയും ചേർത്തിട്ട് ഒരു വാക്ക് കൂടി നമ്മൾ പഠിച്ചു. അതിൽ ആയി, ആ, ഇ, വിച്ച് ഈസ് ദ എൻഡിങ് ലെറ്റർ there, ഇ, ആ, ഫസ്റ്റ് ബിഗിനിങ് ലെറ്റർ, ദെൻ നെക്സ്റ്റ് ഇ. രണ്ട് സ്വരധ്വനികൾ ചേർന്ന് വരുന്ന ഒരു വാക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഉ. उसे उपवन, उसे उपहार, उसे उल्लू, उसे उठना, उसे उड़न खटोला. നിങ്ങൾ അവിടെ പിക്ചർ ശ്രദ്ധിച്ചു കാണും എന്തെല്ലാമാണ് ഇവ ഉപയോഗിച്ചു വരുന്ന വാക്കുകൾ. ആ വാക്കുകളുടെ പിക്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദെൻ നെക്സ്റ്റ് ഉ, ഊ. ഹ്രസ്വമായിട്ട് വരുന്ന ഊവാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ദെൻ ദീർഘമായിട്ട് വരുന്ന
ഊ സ്ട്രെച്ചിങ് വേയില് ലോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ഊ. ഊ സേ ഊൻ. വി സ്റ്റഡീഡ് ഊൻ. Then ood. Then ooper. These three words we studied. Oo. Then r. र से बारिश की ऋतु, गर्मी की ऋतु. ऋतु. This word we studied. Ritu. Ritu means a season. Ritu. Which is the starting letter of Ritu, which is the beginning letter of Ritu. Ritu R से शुरू होता है. R. Next letter A. A से AD. A से एक. Then A से album. A से एक तारा. ഈ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഏക് താര ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഏക് താര. ആൽബം യു ഓൾ നോ ദാറ്റ്. ദെൻ ഇതിന്റെ എല്ലാം ബിഗിനിങ് സൗണ്ട് എന്താണ്? എ എന്നുള്ള സ്വരധ്വനിയാണ്. ദെൻ എ കഴിഞ്ഞ് എ എന്നുള്ള മലയാളത്തിലേതുപോലെ ദീർഘമായിട്ടുള്ള എ ഇല്ല. ദീർഘവും ഹ്രസ്വവും ഒരേ ലെറ്ററിൽ തന്നെയാണ് എഴുതുന്നത്. ഹ്രസ്വമായിട്ടാണെങ്കിലും ഉച്ചാരണത്തിൽ അത് ദീർഘമായിട്ടാണ് നമ്മൾ എ എന്നുള്ള സ്വരധ്വനി ഹിന്ദിയിൽ വായിക്കുന്നത്. നെക്സ്റ്റ് എ ആണ്. ഐ മീൻസ് ഐനക്. ഐനക്. ഐനക് എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ പഠിച്ചത്. ഐനക്. ദെൻ ഐ ഓ. Just as the same way we are writing R, we should write one R here. Then we should give one slanting line over the straight line we are drawing next to R. ആക്ക് ശേഷം വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈനിനോട് നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അത് O എന്ന് വായിക്കും. O. Then O which നമ്മൾ ഇതൊക്കെ പഠിച്ചത് ഓട്ട്, ഓസ്, ഓഖിലി, ഓഢിനി. അപ്പോൾ ഈ വാക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലെറ്ററിലാണ്. ഓസ്. ഓ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം സൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓ ഓ. ഓ സേ ഓഖിലി. O से ओढ़नी. O से ओस ड्यू. Next one oat. Next O. If we draw two slanting lines over this up and down line, it will read as O. 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 You can see the difference between these two. Here one is here and here two lines are here. O. Next O say औजार. We study two words. औजार, tools. औरत. औजार and औरत. അതാണ് ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ ഔ വെച്ചിട്ട് പഠിച്ചത്. औरत is lady, woman. And after au there comes से अंगूर. अंगूर. अंगूर grapes. अंक. अंक marks. Then aham. And we are not using this letter in Hindi. Mostly this letter is used in Sanskrit, another language. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുന്നില്ല. വരെയുള്ള വാക്കുകൾ പിക്ചേഴ്സ് റീഡ് ചെയ്യാൻ
അതിൻ്റെ ബിഗിനിങ് ലെറ്റേഴ്സ് ഏതെല്ലാം, ഇതെല്ലാം തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക. ഒരു പിക്ചർ കാണുമ്പോൾ അതിൻ്റെ വാക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബിഗിനിങ് ലെറ്റർ, അത് പറയുമ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിലുള്ള സൗണ്ട് ഏതാണെന്ന് എഴുതാൻ കഴിയണം. ആ സ്വരധ്വനിയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വരധ്വനിയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. I hope all understood. Now we will see the model question paper. You are given with some letters to match with the picture. You will be given with some letters to match with the pictures, and you can't draw the picture into your paper. You can't download it to your paper. So I given the numbers for each and every letters. So you want to match that with the numbers with the letters. Just identify the picture and which is the starting letter of that picture. Then identify in that given letters it's there or not. Then after that you want to match with that number. Okay, which is the starting letter of that picture you want to identify and join. This way. And some pictures will be there. Then here ottar, then here sugar cane, then here grapes. Then ottar is oud. First picture is oud. Oud is starting with the letter U. Then you want to draw to first U. Ottar is given in the first, but the letter, starting letter and the numbers you want to match it with. First U, then next heel. Heel, identify the letter. Second one, heel is AD. Then next sugar cane. Sugar cane is eek. Here third one is eek. Then you want to join to eek. Then fourth one, grapes. Fourth picture will be grapes picture. And grapes in the picture എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? അത് അങ്കുർ. അപ്പൊ ഇതുപോലെ ആണ് ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത്. ആ നമ്പേഴ്സ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് പേപ്പറിലോട്ട് എടുത്ത് എഴുതാം. അപ്പോൾ ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് പിക്ചറിന്റെ ബിഗിനിങ് ലെറ്റർ മാച്ച് വിത്ത് ദ നമ്പർ. നമ്പർ ഈസ് ഗിവൺ ഫോർ ദിസ് പിക്ചർ. അപ്പൊ പിക്ചറിന് പകരം ഈ നമ്പർ ആയിട്ട് സങ്കല്പിച്ചത് മാച്ച് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, നിങ്ങൾ പിക്ചർ ഇതുപോലെ വരയ്ക്കുക. ഫസ്റ്റ് ഡ്രോ വൺ ലൈൻ ആൻഡ് ദെൻ ദിസ് വേ ആൻഡ് ഡ്രോ വൺ ലൈൻ again, then 1 2 3 then this way you want to draw. First draw one line, then draw another line and join, and then one line, then second line to here, this way. Then 1 2 3 4 5 6 7 8 9 10 columns will be there, and here will be letter R, and you have to write the in the same way. You should write the letters as a question paper. It's given in the question paper. Question paperil തന്നിരിക്കുന്നത് പോലെ തന്നെ ലെറ്റേഴ്സിന്റെ ഓർഡർ ആയിരിക്കണം. കളറിംഗ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം.
എന്നാലാണ് ഫുൾ മാർക്ക് കിട്ടൂ. 10 മാർക്സ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അത് വരച്ചിട്ട് അതിൽ ലെറ്റേഴ്സ് എഴുതി അതിൽ കളർ ചെയ്യുക. അവിടെ രണ്ട് സൈഡിലും കളേഴ്സ് ലെറ്ററിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്, നിങ്ങൾ പുസ്തകത്തിൽ ഉള്ളതുപോലെ തന്നെ കളർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കളർ ചെയ്യുക. ഓക്കെ, ഇതാണ്. പിന്നീട് നിങ്ങൾക്ക് മാത്സ് ഫോളോയിങ് നമ്പേഴ്സ് കൊടുത്തിട്ട് പിക്ചേഴ്സ് കൊടുത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്പേഴ്സുമായിട്ട് ലെറ്റേഴ്സ് മാച്ച് ചെയ്യുക. പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത ഫസ്റ്റ് നമ്പറിൽ വരുന്ന പിക്ചർ ഏതാണോ അതിൻ്റെ ഫസ്റ്റ് ബിഗിനിങ് സൗണ്ട് ഏതാണോ അതുമായിട്ട് മാച്ച് ചെയ്ത് വരയ്ക്കാനായിട്ടുണ്ട്. അപ്പം മാച്ച് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Now we will have a look on the model question paper. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ആയിരിക്കും ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉചിത് വर्ण चुनकर पूरा करो. Fill in the blanks with suitable letters. Some letters will be there and 2 letters will be in the bracket. You want to select the correct letter which is suitable for that blank and you have to fill that blank with that letter. Okay, then second one, चित्र को उसके नाम की शुरू की आवाज़ से जोड़ो. There will be some pictures and on that picture there will be giving some numbers means numbers for the pictures there, and you want to match it with the letters down there. Under those pictures some letters will be there and you have to join to that letters. You just identify the picture and then first picture which is the first picture and identify which is the beginning sound of that picture and then join to the letter which is the beginning letter. You want to join to that letter. Third one, ऊपर गोला लगाओ और जोड़ो. Which is the letter given there in the circle. You want to identify the same letter in those words and circle those letter. Put one and then put a circle there and inside that circle you need to write the letter. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സർക്കിളിൽ തന്നിരിക്കുന്ന അതേ അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എഴുതി സർക്കിൾ ചെയ്യുക. സർക്കിൾ ചെയ്തതിന് ശേഷം മിഡിലിലെ ആ സർക്കിൾ കിടക്കുന്ന ലെറ്ററിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. നെക്സ്റ്റ് ഫോർത്ത് വൺ, സ്വരധ്വനിയാ ലിഖോ, വിച്ച് ഓൾ വൊവൽ സൗണ്ട്സ് യു സ്റ്റഡീഡ് യു റൈറ്റ് ഡൗൺ ദെയർ. ദെൻ ഫിഫ്ത്ത് വൺ, സഹി സെ മിലാओ. Match the following. There also given the numbers first and then some letters one by one. You can see there and some pictures will be there. Identify that picture first and then understand the beginning letter of that and then you come to that number and join with the beginning sound of that first picture. That way you want to do. ആദ്യം നിങ്ങൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെയുള്ള പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ പിക്ചർ ഏത് അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത് ലെറ്റർ അതിലുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് ആ ലെറ്ററിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇതുപോലെ ഓരോന്നും ചെയ്യുക. സഹി സെ മിലാओ, മാച്ച് ഫോളോയിങ്. चित्र बनाकर रंग भरो और चित्र के नाम की पहली आवाज़ लिखो. സിക്സ്ത് വൺ, നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കണം. നിങ്ങൾ വരച്ച് ചെയ്യേണ്ടതാണത്. ചിത്ര ബനാക്കർ രംഗ് ഭരോ. ഈ പിക്ചേഴ്സ് കളറില്ലാത്ത പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കളറൊക്കെ ചെയ്ത് പിക്ചർ വരച്ച് കളർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് വരച്ച് അതിന് എങ്ങനെ കളർ ചെയ്യുന്നു, സൂട്ടബിളായിട്ടുള്ള കളർ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് ഫുൾ മാർക്ക് തരികയുള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട്
വരച്ച് കളർ ചെയ്യുക. Draw and color the picture and write the beginning sound. And not only drawing and coloring, you want to write the beginning sound of the picture. The next 7th one, वर्ण को पहचानो और रंग भरो. Identify and color the letters. ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ പേപ്പറിലോട്ട് വരച്ചതിന് ശേഷം അതിൽ ലെറ്റേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് ഓർഡർ മാറി കളർ ചെയ്താൽ അതിന് മാർക്ക് മൈനസ് മാർക്കും ആവും. അപ്പോൾ അതിലേത് ലെറ്റേഴ്സാണോ ഏത് കോളത്തിലാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെറ്റേഴ്സ് എഴുതി കൊടുത്തിരിക്കുന്ന പ്രോപ്പർ കളറ് ഏതാണോ അത് ചെയ്യുക. 8th one, घर का चित्र बनाकर रंग भरो. നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പിക്ചർ, ചിലപ്പോൾ ഘറാവാം, ഹൗസാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിക്ചറാവാം. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്ന പിക്ചർ ഏതാണോ ദാറ്റ് പിക്ചർ യു വാണ്ട് ടു ഡ്രോ ആൻഡ് കളർ. വിച്ച് പിക്ചർ ഈസ് ആസ്ക്ഡ് ഫോർ ടു ഡ്രോ, that picture you need to draw there. Okay, so shall we wind up today's session? Now it's the time to conclude today's session. We will meet in the next class with the new session of Vyanjan Dhwani. Till then, stay at home, stay safe, take care. Bye.